കുട്ടികളായി നിങ്ങൾ വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരം, പഠനത്തിന് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചാല് നിരന്തരമായി വായിക്കുന്ന ഒരു കുട്ടിക്ക് പദസമ്പത്ത് വർദ്ധിക്കും. പദസമ്പത്ത് വർദ്ധിക്കാന്ന് വെച്ചാല് നിങ്ങളിപ്പോ വാക്കുകൾക്ക് വേണ്ടി തപ്പാറുണ്ട് അല്ലേ? അപ്പോ വായന നിരന്തരമായിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും വാക്കിന് ക്ഷാമം ഉണ്ടാവില്ല. അതാണ് പദസമ്പത്ത് വർദ്ധിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസ് കൂടും. നമുക്ക് പല രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലേഖനങ്ങളും കഥകളും കവിതകളും എന്ത് വേണമെങ്കിലും അനായാസം എഴുതാനായിട്ടുള്ള ഒരു കഴിവ് വായനയിലൂടെ ഉണ്ടാകും, നിരന്തരമായ വായനയിലൂടെ. അതുപോലെ തന്നെ ഏകാഗ്രത ഉണ്ടാകും. അതിപ്പോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാഠഭാഗമാണെങ്കിൽ പോലും വളരെ അനായാസം അത് മനസ്സിലാക്കാനായിട്ട് വായനയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഒരു 15 മിനിറ്റ് നിങ്ങൾ ഒരു ദിവസം വായനക്കായി മാറ്റി വയ്ക്കുക. ഇപ്പോ ലൈബ്രറിയിൽ പോയി വായിക്കുക, അല്ലെങ്കിൽ ഒരു പുസ്തകം മേടിച്ച് വായിക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതാണല്ലേ മൊബൈലിലൂടെ നമുക്ക് എന്താണ് ഡിജിറ്റൽ വായന സാധ്യമാണ്. ഒരുപാട് ഇ ബുക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പിന്നെ എന്താണുള്ളത്, നമുക്ക് ഓൺലൈൻ ലൈബ്രറീസ് ഉണ്ട്. എന്ത് ബുക്സ് വേണമെങ്കിലും നമുക്ക് എടുത്ത് വായിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണാണ് അല്ലെ, അതിലങ്ങോട്ട് വായിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെയാണെങ്കിൽ ഇപ്പോൾ വായിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ബുക്ക് വെപ്പം പോലുള്ള പല ആപ്പുകളുണ്ട്. നമുക്ക് വേണ്ട പുസ്തകങ്ങൾ വായിച്ച് തരുന്ന ഒരു ആപ്പാണത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് മാത്രം നിങ്ങൾ വായനക്കായിട്ട് മാറ്റി വെച്ചാൽ പാരൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഒന്ന് വായിക്കുക. നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വായന ആയിരിക്കട്ടെ കുട്ടികളുടെ ലഹരി. മക്കളൊന്ന് പറഞ്ഞേ, വായനയാണ് എന്റെ ലഹരി. പറഞ്ഞേ, ലഹരി. വായനയാണ് എന്റെ ലഹരി. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും വായിക്കുക, വളരുക. താങ്ക് യു സോ മച്ച്.